വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്ന രാജാവായ കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ടവരെ, ഈ 2017 ഓശാന പെരുന്നാൾ ആഘോഷിപ്പാൻ നമുക്ക് ഭാഗ്യം നിന്ന് കർത്താവിന് നന്ദി പറയാം. വന്നിരിക്കുന്ന എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ജി മർക്കോസച്ചൻ, പല ഇടവുകളിൽ നിന്ന് വന്നിരിക്കുന്ന വിശ്വാസികളായ സഹോദരി സഹോദരന്മാരെയും മാതാപിതാക്കളെയും കുഞ്ഞുകുട്ടികളെയും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഓശാന പെരുന്നാൾ അതിൻ്റെ ആഘോഷം നമുക്ക് അനുഗ്രഹകരമാകുവാൻ നമ്മളിപ്പോൾ ഒരുങ്ങുകയാണ്, തയ്യാറാകുകയാണ്. നമ്മുടെ സ്വഭാവപിതാക്കന്മാർ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓശാന പെരുന്നാൾ ആഘോഷിച്ചവരാണ്. അത് കഴിഞ്ഞ തിങ്കളാഴ്ച ആരംഭിച്ച് ഈ ഞായറാഴ്ച സമാപിക്കുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഓശാന പെരുന്നാളിൻ്റെ സമാപന ശുശ്രൂഷയാണ് ഇപ്പോൾ നടക്കുന്നതായിട്ട് ഓർപ്പിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഓശാന തിങ്കൾ ചൊവ്വ ബുധൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്നലത്തെ ഓശാന ശനിയാഴ്ചയും കഴിഞ്ഞു. ഇന്നിതാ ഓശാന ഞായറാഴ്ച നമ്മൾ വെച്ചിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ഓശാന പെരുന്നാൾ അനുഗ്രഹകരമാകുവാൻ നമ്മൾ എന്തെല്ലാം മുൻകരുതൽ ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ ഓശാന പെരുന്നാളിൻ്റെ സന്ധ്യയ്ക്ക്, കഴിഞ്ഞ സന്ധ്യയ്ക്ക് വായിക്കേണ്ട വേദഭാഗം നമ്മൾ വായിച്ചിട്ടില്ല. അതിനോട് ബന്ധപ്പെട്ടുള്ള ഒരു സന്ദേശം അയവിറക്കിക്കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഓശാനയുടെ പ്രദക്ഷിണത്തിനായിട്ട് ഒരുങ്ങുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കർത്താവ് ഓശാന പെരുന്നാളിന് ചെയ്തൊരു കാര്യം നമ്മുടെയും ഉള്ളിൽ, നമ്മുടെ എല്ലാ ദേവാലയങ്ങളും നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഇന്ന് ചെയ്യേണ്ട കാര്യമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. യേശുവിനെ രാജാവായി അംഗീകരിക്കുമ്പോൾ കർത്താവ് ഭരിച്ചു കാണിക്കും. കർത്താവ് ഒരു സാധാരണ മനുഷ്യനെ പോലെ യെരുശലേം ദേവാലയത്തിൽ പോയ പല അവസരങ്ങളുണ്ട്. താനൊരു സന്ദർശകനെ പോലെ പോയി പ്രാർത്ഥിച്ചിട്ട് പോന്നു. എന്നാൽ ഓശാന പെരുന്നാളിൻ്റെ അന്ന് കർത്താവ് രാജാവായിട്ടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്. രാജാവായി സ്വീകരിക്കപ്പെട്ടപ്പോൾ ഭരിച്ചു കാണിക്കേണ്ട തൻ്റെ ചുമതലയാണ്. താൻ എങ്ങനെയാണ് തനിക്ക് കിട്ടിയതായ ആ പദവി, ആ കിട്ടിയതായ അവസരം ആ ദേവാലയത്തെ ശുദ്ധീകരിക്കാൻ ഉപകരിച്ചെന്നുള്ള കാര്യം ഇവിടെ എന്ന് എഴുതിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിൽ ദേവാലയത്തിലേക്ക് ആനയിക്കപ്പെട്ട കർത്താവ് അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? യേശു ദേവാലയത്തിൽ ചെന്ന് ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം പുറത്താക്കി. നാണയം വിനിമയം ചെയ്യുന്നവരുടെ മേശകളും പ്രാവിനെ വിൽക്കുന്നവരുടെ ഇരിപ്പിടങ്ങളും മറിച്ചിട്ടു. അവരോട് എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് രാജാവായി എഴുന്നള്ളി യെരുശലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചപ്പോൾ എന്തെല്ലാം ചെയ്തു? പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയായി മാറിയപ്പോൾ ആ കള്ളന്മാരെ എല്ലാം പുറത്താക്കി അവിടെ എല്ലാം ശുദ്ധീകരിച്ച് ദൈവാരാധന പുനഃസ്ഥാപിച്ചു എന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. സങ്കേത ഭവനവും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ഹൃദയവുമെല്ലാം ഇടപെടാതെ കർത്താവിനെ ആരാധിക്കുന്ന, ചലിക്കുന്ന ആരാധനാലയമായി മാറണം. വിശുദ്ധ മാമോദീസായിൽ നമ്മൾ കർത്താവിൻ്റെ ആലയമാകുവാൻ തക്കണം ഒരു ആലയം പണിയുടെ കല്ലിടിയിൽ നടത്തിയതാണ്. പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമാകണമെന്ന് എല്ലാ രാത്രിയിലും നമ്മൾ എല്ലാ സുത്താറായിക്കും ശേഷം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മളുടെ മാമോദീസായ്ക്ക് ശേഷം ഈ ഭവനം പണി പൂർത്തീകരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് എന്നും ആക്കണമെന്ന് പ്രാർത്ഥിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായിട്ടുള്ള പണി പൂർത്തീകരിച്ച ഒരു ചുരുക്കമാണ്. പണി തുടരുന്നവരുണ്ട്, പണി നിന്നുപോയവരുണ്ട്. ഈ സ്ഥിതിയിൽ ഈ ഓശാന പെരുന്നാളിന് കർത്താവ് വരുമ്പോൾ മാമോദീസായിൽ തുടങ്ങിയ അതിൻ്റെ ദേവാലയം പണി എന്തുകൊണ്ട് പൂർത്തീകരിച്ചില്ല എന്ന് കർത്താവ് വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. പണി തുടർന്നിട്ട് നിർത്തിക്കളഞ്ഞ എന്താന്ന് പറഞ്ഞ് കർത്താവ് വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. 18 തരം കക്ഷതകൾ ഉണ്ടെങ്കിലേ പണി പൂർത്തിയാകുമെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കക്ഷതകളെ ബുക്ക് ചെയ്ത് നിങ്ങൾ സ്വീകരിച്ചോ? കക്ഷത സഹിഷ്ണുതയും സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കി പ്രത്യാശയുടെ ധൈര്യം മുറുകെ പിടിച്ചിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ ഭവനമാകാഞ്ഞത് എന്താണ്? ഞാൻ ഈ ഭവനത്തിലേക്ക് എഴുന്നള്ളിയപ്പോൾ ആ പണി തന്നെ പൂർത്തിയാഞ്ഞത് ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നത് ചോദിച്ച് നമ്മൾ വഴക്ക് പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കി ഭയത്തോടും മുറയിലോടും കൊണ്ട് കർത്താവെ ക്ഷമിക്കണമെന്ന് പറയാമെങ്കിൽ കർത്താവ് വേഗം പണി പൂർത്തീകരിച്ച് തരും. പണി പൂർത്തീകരിക്കപ്പെടുവാനും ഫലം കായ്ക്കുവാനും വിളിക്കപ്പെട്ടവർക്കും തെരഞ്ഞെടുക്കപ്പെട്ടവർക്കും ഒരു ദിവസമോ ഒരു മണിക്കൂറോ ഒരു നിമിഷമോ മതി. വിളിയും തെരഞ്ഞെടുപ്പുള്ളവർക്ക് പെട്ടെന്ന് പുഷ്പിക്കുവാനും ഫലം കായ്ക്കാനും സാധിക്കും എന്നുള്ള കാര്യം പഴയ നിയമത്തിലെ ഒരു സംഭവമാണ്. നമുക്കിന്ന് കർത്താവ് എഴുന്നള്ളി വരുന്ന ഈ സങ്കേത ഭവനത്തിൽ ഏതെങ്കിലും കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമുണ്ട് അതിനെ മാറ്റാനായിട്ട് കർത്താവ് വഴക്ക് പറയുന്നതിന് മുമ്പേ അതിനെ നമുക്കങ്ങ് മാറ്റിയേക്കാം.
നമ്മൾ ചലിക്കുന്ന പള്ളികളായി, ചലിക്കുന്ന ദേവാലയങ്ങളായി കർത്താവിനെ സാക്ഷിക്കുന്നവരാകുവാൻ, യേശുവിനെ ആരാധിക്കുന്നവർ യേശുവിനെ പോലെയായെന്ന് പറഞ്ഞ് കർത്താവ് സന്തോഷിക്കുവാനിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സന്ദേശം അതാണ്. കർത്താവിന് ഈ ഓശാന പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നല്ലപോലെ വിശന്നു എന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിന്റെ 18 വാക്യത്തിൽ യേശുവിന് വിശന്നു. അവൻ വഴിയിലൊരു അത്തിവൃക്ഷം കണ്ട് അതിൻ്റെ അടുത്ത് ചെന്ന് അതിലിലയില്ലാതെ ഒന്നും കാണാത്തത് കൊണ്ട് ഇനി നിന്നിൽ നിന്ന് ഒരു നാളും ഫലം ഉണ്ടാകാതെ പോകട്ടെ എന്ന് അതിനോട് പറഞ്ഞു. ക്ഷണത്തിൽ അത്തി ഉണങ്ങിപ്പോയി. അപ്പൊ ഇലകൾ മാത്രമുള്ള ഒരത്തി കർത്താവിന്റെ വചനത്താൽ ശപിക്കപ്പെട്ട് ഉണങ്ങിപ്പോയ രംഗം ഇവിടെ കാണും. അപ്പൊ കർത്താവിന് അവസാന പെരുന്നാളിന് വിശപ്പുണ്ടാവും. ആ വിശപ്പ് തീർക്കേണ്ട നമ്മളാണ്. നമ്മൾ ഇലകളും ഫലങ്ങളുമുള്ള അത്തിവൃക്ഷമായി നമ്മളെ കണ്ടാൽ കർത്താവിന് വിശപ്പടക്കി നമുക്ക് കർത്താവിനോട് ഇന്ന് വിശ്രമിക്കാൻ സാധിക്കും. കർത്താവിനെ സന്തോഷിപ്പിക്കാൻ സ്വർഗീയ രാജാവായ കർത്താവിനെ നമ്മൾ ഇന്ന് അത്താഴമായി തീരണം. കർത്താവ് നമുക്ക് തൻ്റെ ശരീരരക്തങ്ങളെ അത്താഴമായിട്ട് ഇങ്ങോട്ട് തരും. നമ്മളെ കർത്താവിന് അങ്ങോട്ടും കൊടുക്കണം. അങ്ങനെ കർത്താവിൻ്റെയും നമ്മുടെ വിശപ്പ് തീർന്നിട്ട് വേണം കിടന്ന് ഉറങ്ങാനിന്ന്. അല്ലെങ്കിൽ ശാപം വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ അവസാന പെരുന്നാൾ നമ്മൾ എവിടെ ആയിരുന്നു? അന്നും കർത്താവിന് വിശന്നു. കർത്താവിന് വിശന്നിട്ട് ആഹാരം കിട്ടാതെ ഏതെങ്കിലും അത്തികൾ ശപിക്കപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഭവനങ്ങൾ, ഏതെങ്കിലും വ്യക്തികൾ, ഏതെങ്കിലും സ്ഥാപനങ്ങൾ ശപിക്കപ്പെട്ടെങ്കിൽ കർത്താവിൻ്റെ വിശപ്പടക്കിയില്ലെന്നാണ് എൻ്റെ അർത്ഥം. അടുത്ത ദുഃഖവെള്ളിയാഴ്ച കർത്താവ് എനിക്ക് ദാഹിക്കുന്നുവെന്നും പറയും. അപ്പോൾ കർത്താവിൻ്റെ കുരിശിൽ കർത്താവിന് ദാഹമുണ്ടെന്ന് പറയുന്നു. ഓശാന കഴിഞ്ഞ വിശപ്പുണ്ടെന്ന് പറയുന്നു. കർത്താവിൻ്റെ വിശപ്പും ദാഹവും നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ പ്രാണന് വേണ്ടിയാണ്. നമ്മളെ കർത്താവിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളെ കിട്ടിയാൽ മാത്രമേ കർത്താവിന് വിശപ്പ് തീരുകയുള്ളൂ, കർത്താവിൻ്റെ വിശപ്പും ദാഹവും തീരുകയുള്ളൂ. കർത്താവിനെ കിട്ടിയാൽ മാത്രമേ നമ്മുടെ വിശപ്പും ദാഹവും തീരുകയുള്ളൂ. അതുകൊണ്ട് കർത്താവിൻ്റെയും നമ്മുടെയും വിശപ്പും ദാഹവും തീർന്ന് സമൃദ്ധിയായ ജീവൻ ആസ്വദിച്ച് സന്തുഷ്ടമായ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് നീതി, സമാധാനം, പരിശുദ്ധാത്മാവിൽ സന്തോഷമേൽ ക്രിസ്തുവിനെ സേവിച്ച മനുഷ്യർക്ക് ഉള്ളാവുന്ന ജന്മസാഫല്യം അടയുവാൻ തക്കവണ്ണം നമ്മളിന്ന് ഓശാന പെരുന്നാളിൽ യേശുവിനെ രാജാവായി സ്വീകരിക്കുകയാണ്. ഒരു ദേവാലയത്തിൽ വെച്ച് ഓശാന പെരുന്നാൾ നടത്തുന്ന ക്രമമാണ് നമ്മുടെ ഈ ക്രമത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതൊരു പള്ളിയല്ലാത്തതുകൊണ്ട്, ഒരു പള്ളിയുടെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഷെഡാണ്. അതുകൊണ്ട് പരിമിതമായ സൗകര്യത്തിലാണ് നമ്മൾ ഇന്ന് ഓശാന പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്നത്. വടക്കേ വാതിൽ വഴിയായി ഇറങ്ങി പള്ളിക്ക് ചുറ്റും വലത്ത് വെച്ച് തെക്കേ വാതിൽ വഴി കയറി കുരുത്തോല വാഴുവിൻ്റെ ശുശ്രൂഷ നടത്തണമെന്നാണ് ഈ ക്രമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. നമുക്കുള്ള സൗകര്യത്തിൽ ഇപ്പോൾ ഉള്ളവരെ പൂക്കളൊക്കെ എടുത്തുകൊണ്ട് 2 ലൈനായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് നിൽക്കും. എന്നിട്ട് ആ പടിഞ്ഞാറ് വശത്തെ കുരിശിൻ്റെ അവിടേക്ക് നിങ്ങൾ 2 ലൈനായിട്ട് നിൽക്കുന്നതോടെ മധ്യത്തിലൂടെ പുരോഹിതന്മാർ കുരുത്തോലയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകും. അവിടെ ഏവങ്കേലിയൻ വായിച്ച് ഓശാനയുടെ ആ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അതിന് ശേഷം നമുക്ക് താഴോട്ട് പോയി ഫലം കാഴ്ച നിൽക്കുന്ന 2 അത്തികൾ നമുക്കിവിടെയുണ്ട്. അത്തിയുടെ ചുവട്ടിലോട്ട് പോകുക. അത്തിയുടെ പ്രസംഗം ഒന്ന് കേൾക്കണം. 2 അത്തികൾ ഫലം കാഴ്ച അങ്ങനെ നിൽക്കുകയാണ്. നോക്കിയാൽ എൻ്റെ ചുവട്ടിലങ്ങനെ തിങ്ങി നിൽക്കുക. അങ്ങനെ 2 അത്തികൾ ഫലം കാഴ്ച നിൽക്കുന്ന കാര്യം നമ്മളെ കാണിച്ച് നിങ്ങൾ ഇതുപോലെ കാഴ്ചോണമെന്ന് പറഞ്ഞിട്ട് ആ അത്തിയുടെ അടുത്തേക്ക് പോയി ആ കുരിശ് ചുറ്റി നമ്മൾ തിരിച്ച് കിഴക്ക് വശത്തൂടെ വന്ന് ഇതിലൂടെ കയറി ആരാധനയെ സംബന്ധിക്കും. അത്തിയുടെ പ്രസംഗം കേൾക്കാനായിട്ട് ആ പടിഞ്ഞാറ് വശത്തെ നമ്മളുടെ ആരാധന കഴിഞ്ഞ് ഓശാന ഓശാന എന്നുള്ള പാട്ടുപാടി പൂക്കൾ വിതറിക്കൊണ്ട് താഴേക്ക് പോയി ആ കുരിശിന് വലം ചെയ്ത് തിരികെ വന്ന് ഇവിടെ വന്ന് നമ്മൾ ഫലം കായ്ച്ചോളാം, ഫലം കായ്ക്കും എന്നുള്ള പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. എഴുന്നേൽക്കാം. കുരുത്തോല വാങ്ങിച്ചുകൊണ്ട് ബഹുമാനോട്ട് അച്ഛൻ കുരുത്തോല തരും. ആ കുരുത്തോല നിങ്ങൾ ഏറ്റുവാങ്ങി 2 ലൈനായിട്ട് നിൽക്കണമെന്നുള്ള കാര്യം ഓർക്കുക. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 144,000 പേര് മുദ്രയേറ്റ് കുരുത്തോല പിടിച്ചുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്ന ഒരു രംഗം 7-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം 9-ാം വാക്യത്തിൽ സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷക്കാരിലും നിന്നുള്ളവരായി ആർക്കും എണ്ണുവാൻ കഴിയാത്തൊരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിലിരിക്കുന്നവനായ നമ്മുടെ കർത്താവിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്നവർ അത്യുച്ചത്തിൽ ആക്കിക്കൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിൻ്റെയും മുഖന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന് മുമ്പിൽ കവിണു വീണു. ആമേൻ,
നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. ഇന്നത്തെ നമസ്കാരം കുരിത്തോല പിടിച്ചുകൊണ്ട് ആ വിശുദ്ധരോടൊപ്പം ഇന്ത്യക്കാരായ നമ്മളെയും അന്ന് ആ യോഹന്നാൻ ദർശനത്തിൽ കണ്ടു. സകല ജാതി മതസ്ഥരും യേശുവിൽ വിശ്വസിച്ച് കുരിത്തോല പിടിച്ച് കർത്താവിനെ ആരാധിക്കുന്നത് ഒരു വലിയ അനുഭവം ഉണ്ടാകുന്നതിൻ്റെ തുടക്കമായിട്ടിത് നമ്മുടെ അനുഭവമായിട്ട് ആശംസിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് ഉദ്ദേശിക്കുന്നു. കുരിത്തോല വാങ്ങിക്കൊണ്ട് ഇത് വാങ്ങിക്കുന്ന കുരിത്തോല വാഴ്ത്തപ്പെട്ട കുരിത്തോലയാണ്. മുറിക്കാനോ കളയാനോ താഴെ മുട്ടിക്കാനോ അനുവാദമില്ല. നിങ്ങൾ ഭക്തിയായി വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നവർ വീട്ടിൽ കൊണ്ടുപോകാത്തവർക്ക് തിരിച്ചു വെച്ചേക്ക് പോകണം. ഭക്തിയോടും ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ഓർപ്പിക്കണം. വെളിവോ നിറഞ്ഞോരീശോ നിൻ വെളി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 12 തിരുവചനങ്ങൾ 12 മുതൽ 19 വരെ. യോഹന്നാൻ 12:12 മുതൽ. യേശു പെരുന്നാളിന് വരുന്നുണ്ടെന്ന് കേട്ട് വലിയ ജനക്കൂട്ടം ഈന്തപ്പനയുടെ കുരുത്തോലകൾ എടുത്ത് അവനെ എതിരേൽപ്പാൻ പുറപ്പെട്ടു. അവർ ഇങ്ങനെ ഉച്ചത്തിൽ ആർത്തു വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു, ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്ന ഇസ്രായേലിന്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഹോശാന. യേശു ഒരു കഴുതയെ കണ്ട് അതിന്മേലിരുന്നു. ശെഹിയോൻ പുത്രി, ഭയപ്പെടേണ്ട, കണ്ടാൽ നിന്റെ രാജാവെ കഴുതപ്പുറത്ത് കയറി നിന്റെ അടുക്കിലേക്ക് വരുന്നുവെന്ന് എഴുതപ്പെട്ടിരുന്നത് പോലെ തന്നെ. അവന്റെ ശിഷ്യന്മാർ അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. എങ്കിലും യേശുവിന്റെ മഹത്വീകരണത്തിന് ശേഷം അവനെ കുഞ്ഞിനെ എഴുതിയിരുന്നുവെന്നും തങ്ങൾ അവനു വേണ്ടി ഇപ്രകാരം ചെയ്തുവെന്നും അവർ ഓർത്ത് യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അവൻ ലാസറിനെ കപ്പലിൽ നിന്ന് വിളിച്ച് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് സാക്ഷ്യം നൽകിയിരുന്നു. യേശു ഈ അടയാളം ചെയ്തു എന്ന് കേട്ടതുകൊണ്ടും കൂടിയാണ് വലിയ ജനക്കൂട്ടം അവനെ സ്വീകരിക്കുവാൻ വന്നത്. അപ്പോൾ പരീശന്മാർ നമ്മെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ലല്ലോ, അതാ ലോകമൊക്കെയും അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു എന്ന് അന്യോന്യം പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും ഹോശാന പെരുന്നാളിന്റെ സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.